ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ദ ഹൈവ് എന്ന് പറയുന്ന ആ ഒരു വേൾഡിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവ് എന്ന് പറയുന്ന സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുധിയണ്ണനൊക്കെ കളിക്കുന്ന ഇതേ ഹൈവേ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയറി നോക്കിയതാണ്, എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ടാറ്റയൊക്കെ കാണിക്കാൻ പറ്റൂ. കൊള്ളാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് നോക്കാവേ. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇത് ക്യാമ്പിംഗ് ദ ഫ്ലാഗ്, മർഡർ മിസ്റ്ററി, ബെഡ് വാർസ്, സ്കൈ വാർസ്, എന്താ ബേർഡ് ബാറ്റിൽ, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ബിക്കോസ് എനിക്കിത് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ സെർവറിലൊക്കെ കയറി കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ലോബി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ സുധിയണ്ണൻ്റെ ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ അതായത് സ്റ്റാർട്ട് ആവും ഗെയിം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓക്ക് ലീവ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓക്ക് ലീവ്സ് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഓക്ക് ലീവ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒളിച്ചിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആരും വരാത്തൊരു സ്ഥലം നമുക്ക് വേണം. ഞാൻ എന്താ ഇവിടെ ആയിട്ടാണ് ഹൈഡ് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അവിടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് അശ്വടാ ഇവിടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അവന്മാരൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അവരവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അവന്മാരിതാ ഒരു പച്ച ലൈഫ് ഓടി വരുന്നുണ്ട് കേട്ടോ. ഒരുത്തൻ എന്നോട് വന്നിരുന്നിട്ടുണ്ട് ഗൈസ്. ഒരുത്തൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. ആക്ച്വലി രണ്ടുപേരൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നേക്കാം. എന്തോ ഒരുത്തനെ ഓടിച്ചോണ്ട് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ മൊത്തം ആൾക്കാരാണ്. നമ്മുടെ ഈ താഴ്ഭാഗത്തായിട്ട് ഒരുത്തന് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോണ്ട് പൊട്ടിക്കാം. ടോണ്ടിട്ടാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് നിന്നിട്ട് കളിക്കുന്നേ. ഒരു ടോണ്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കാം. 18 പോയിന്റ്സ് ഉള്ള. നമ്മൾ ടോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കീഴിലൊരുത്തിന് ഇരിപ്പുണ്ട് കേട്ടോ. അവനാണെങ്കിൽ സൈലം ഇരിപ്പുണ്ട്. എന്തായാലും 5 പേര് ഇരിപ്പുണ്ട്. 9 പേരാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. 5 പേരാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്കിത് 2 മിനിറ്റ് 35, 34, 33, 32 മിനിറ്റ് ഒക്കെ ഉണ്ട്. സെക്കൻഡൊക്കെ ഉണ്ട്. അപ്പോൾ 7 പേരായിട്ടുണ്ട് ഗൈസ്. ഗൈസ് നോക്കുന്നവർ 7 പേരായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരുത്തി ചാടി പേടിച്ചു പോയി. അവൻ എന്തോ അങ്ങോട്ടേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടോണ്ട് അങ്ങോട്ട് പൊട്ടിക്കാം. അപ്പോൾ 18 പോയിന്റ് ഉള്ളത് തന്നെ നമുക്ക് പൊട്ടിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ടോണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ കണ്ട് വന്നത് അയ്യോ, അതെൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ടോണ്ട് പൊട്ടിച്ചുകൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒരുത്തിന് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ അങ്ങ് തീർക്കാം. ബട്ട് അത് എവിടെയായിരുന്നു ഗൈസ് ആ സ്ഥലം? അയ്യോ, എനിക്ക് ആ സ്ഥലം ഓർമ്മയില്ലല്ലോടെ. ഇവിടെ ആയിരുന്നോ? ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒരുത്തൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലം എവിടാന്ന് എനിക്കറിയത്തില്ല. ഇവിടാണോ? ഇവിടാന്ന് തോന്നുന്നു. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അവനെ കൊന്നിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുറേ ബുക്ക് ഷെൽഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? 3 ബുക്ക് ഷെൽഫും അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കാണിക്കുന്നതുകൊണ്ട് കൊള്ളാം. പക്ഷെ അത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് പാട് വരുന്നത്. ഗെയിം ഓവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഏതിനകത്തേലും ഞാനുണ്ടോ നോക്കാം. ഗൈസ്, ഞാനൊന്നുമില്ല. പക്ഷെ നല്ല ഗെയിമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതാ അടുത്ത മാച്ചൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം കൂടുതൽ പേരും ലെവൽ 69 ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഭയങ്കര പാട്. അപ്പം നമുക്കിപ്പോൾ ഇതായി ബാരലെടുക്കാം. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അയ്യോ വേണ്ടായിരുന്നു, പണി കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ബാരലാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ബാരലൊക്കെ ഉള്ള സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഒന്ന് നല്ലോണം ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ കുറേ ബാരലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സ്പോട്ട്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങോട്ട് ഇരിക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരുത്തനും വന്നിരിക്കുന്നുണ്ട്, എന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരുന്ന പോലും തോന്നില്ല. അപ്പോൾ ഇവിടെ ഫുൾ ബാരലൊക്കെ ആയതുകൊണ്ട് ഇത് അവിടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആരെയൊക്കെയോ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ടോണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോണ്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ലൊരു സ്പേസ് ആണ്. ഇവിടെ കൂമ്പാര കണക്കിന് ബാരലുള്ളതുകൊണ്ട് തന്നെ നല്ലതാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല ദൂരത്ത് വരുന്ന അവനെങ്ങനെ അറിയാം? അശ്വടാ അശ്വടാ കണ്ടു. എൻ്റെ ടോണ്ട് യൂസ് ചെയ്യുന്ന കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു വന്നേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ അല്ല വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. ലീവ്സ് ഉണ്ട് കാണിക്കുന്നത്, അതുപോലെ തന്നെ ഹേബേൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങാനും ഗൈസ് ഗെയിം ജയിച്ച് നമ്മളാന്ന് തോന്നുന്നു ജയിച്ചത്. അതെ ഗൈസ് നമ്മളാണ് ജയിച്ചത്. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മളൊന്നും ഇല്ല. അപ്പോൾ അതാ എൻ്റെ ഈ ഒരു സൈഡിലുള്ള വിക്ടറിയുടെ ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പീരിയൻസ് 460, ഗെയിം പ്ലേയുടെ 3, വിക്ടറീസ് 2, അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓക്ലേസ് എടുക്കാവേ ഇതിനകത്തുനിന്ന്. അപ്പോൾ അതാണ് കൂടുതലും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ കീഴിൽ വല്ലതും പോയിരുന്നാൽ മതിയാവും. നോക്കട്ടെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ഇരുന്നിട്ട് ഗായ്സ് ഒരു പൂ മാത്രം ഞാൻ ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന് തന്നെ പറയാട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്കിതാ ഇവിടോട്ട് അങ്ങ് പെട്ടെന്ന് കയറിയിരിക്കാം. അടിപൊളി. എൻ്റെ കൂടെ ഒരുത്തനും വന്നിരുന്നിട്ടുണ്ട്. എൻ്റെ പുറകെ നടക്കുന്നേ. അപ്പോൾ അതാ എന്തായാലും അത്യാവശ്യം ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ എപ്പോൾ പറഞ്ഞാലും ഇവിടെ ആദ്യം വന്ന് എന്നെ അടിച്ചിട്ട് പോകും ഗൈസ്. ഓക്കെ, എനിക്കറിയാം. അപ്പോൾ നമുക്ക് ടോണ്ട് യൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ. അപ്പോൾ 18 പോയിൻറ്റിൻ്റെ ആ ഒരു ടോണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ആൾക്കാർ വരുന്നില്ല എന്നാണ് ഗൈസ് തോരത്തിനെ ഇട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓക്ലേസിനെ ഇട്ട് ഓടിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഫണ്ണിയാണത്. എല്ലാ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇതാ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഫുൾ ലീവ്സ് ആയതുകൊണ്ട് തന്നെ ഓരോന്നിങ്ങനെ നോക്കി നോക്കി വരാൻ ഭയങ്കര ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പണിക്ക് നിൽക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ടോണ്ട് യൂസ് ചെയ്യാം. 18 തന്നെ യൂസ് ചെയ്യാം കേട്ടോ. 18 പോയിൻ്റുള്ള. അപ്പോൾ ആ ടോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതാ അവിടുത്തെ ഒരു സ്റ്റെയറിൻ്റെ ആൾ വന്നിട്ട് എന്തിനാ എൻ്റെ മണ്ടയ്ക്ക് എറിയിക്കുന്നത് ഗൈസ്? എനിക്ക് തോന്നുന്നു മറ്റവരെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവന് എന്ത് സ്വഭാവമാണ് മാൻ. അയ്യോ, എന്നെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടി. എന്തോ അവൻ പോയിട്ടുണ്ടേ. അവൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇവൻ എവിടെയെങ്കിലും പോയി ഒളിക്കണ്ടേ? എന്ത് കാണിക്കുന്നേ? അത് ഓടിച്ചാടി നടന്നിട്ട് അവിടാണ്ട് നല്ല സ്ഥലത്ത് പോയി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ എന്തായാലും ഒരു പൊട്ടനാണ്. അതുകൊണ്ടാണ് അവൻ ടോണ്ട് യൂസ് ചെയ്യാതെ അനങ്ങാതെ അങ്ങോട്ട് ഇരിക്കുന്നവന് പേടിയാന്ന് തോന്നുന്നു ആയിരിക്കും. അല്ലെങ്കിൽ അടിപൊളി. അതെന്താ സംഭവിച്ചേ? അപ്പോൾ ഒന്നും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. ഇത് ലാസ്റ്റ് മാച്ചാണേ. എപ്പോഴത്തെയും പോലെ തന്നെ ഇതും അടിപൊളി സ്ഥലമാണ്. ടോണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാം. പക്ഷെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ആൾക്കാർ പോകുന്നുമുണ്ട്. അതൊരു പണിയാണ്. അപ്പോൾ നമുക്ക് ടോണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അയ്യോ, ഇതാ ഒരുത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അതെന്തൊരു കാണിക്കുന്നേ? ഇത് എൻ്റെ മണ്ടയിൽ കൂടെ കയറിപ്പോയി കേസ് അവൻ. എന്നിട്ട് എന്നെ കണ്ടില്ല പാവം. ഞാൻ വെച്ചാൽ അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ഓടി വന്നതാണ്. ഇനി 2 പേരെ ഓടിച്ചിരിപ്പുള്ളൂ കേട്ടോ. ഒന്ന് ഞാനും ഒരുത്തി വന്ന് ഓടി വന്ന് എന്നെ അടിച്ചിട്ട് കേസ്. എന്നിട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഒരാളെ ഉള്ളു നമുക്കിനി. ഒരു വൂളാണ്. ഒരു വൂളും കൂടെ ഉള്ളു നമുക്ക്. ഇതാ കഴിഞ്ഞിട്ടോ. നമ്മളത് ജയിച്ചിട്ടുണ്ട്. എൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ കൂടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാനുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എനിക്കിതൊന്നും അറിയത്തില്ല എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാക്കാത്തത്. അപ്പോൾ അടുത്ത നമ്മുടെ സീരീസ് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശനിയാഴ്ചയും ഞായറാഴ്ച നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കളിച്ച് ചില്ലായിട്ട് നിൽക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.